ഹലോ, ഹായ്. ഇന്നൊരു കല്യാണ വർക്കിന് പോകാൻ ഇറങ്ങി. പേര് മഴ. പിന്നെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് കല്യാണ വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഇതാണ് കല്യാണം. പിന്നെ ഞാൻ 10 മണിക്ക് അവിടെ എത്തി. 1 മണിക്ക് വളയിടാൻ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് 10 മണിക്ക് ചെന്നപ്പോൾ ആൾ മെഹന്തി ഇടുന്നേ ഉള്ളായിരുന്നു. അവിടെ നിന്ന് പിടിച്ച് വലിച്ച് ആളിനെ കൊണ്ടിരുത്തി മേക്കപ്പ് ചെയ്യാണ്. പിന്നെ മെഹന്തി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്. ആളിന് ഹെയർ സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല. ഹിജാബ് കെട്ടുന്നതുകൊണ്ട് ഹെയർ സ്റ്റൈലിൻ്റെ ആവശ്യമില്ലല്ലോ, വെറുതെ അത് മറയുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഹിജാബ് ചെയ്യുന്നതുകൊണ്ട് ഹെയറിൽ വേറെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. പിന്നെ ആൾ ലെൻസ് വയ്ക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ട്. ആൾ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. തുറന്ന് കണ്ണിനകത്തൊക്കെ വയ്ക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടി ഞാൻ. എന്നാലും ഫൈനലി ഓക്കെ ആയി. പിന്നെ ആളിന് ലാഷ് ഒട്ടുമില്ല കേട്ടോ. ഐലാഷ് ഉണ്ട്, 2 കണ്ണിൻ്റെ വ്യത്യാസം. ലാഷസൊക്കെ വെച്ചു. പിന്നെ ആളിന് ഡ്രസ്സ് പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഇന്നലെ കൊണ്ടു കൊടുത്ത ഡ്രസ്സാണ് കുട്ടിയിട്ടേക്കുന്നത്. പിന്നെ ആളിൻ്റെ റിലേറ്റീവ് അവിടെ ഇരുന്ന് കയ്യിൽ നിന്ന് മൈലാഞ്ചിയൊക്കെ പതുക്കെ ഇളക്കുന്നുണ്ടായിരുന്നു ഉണങ്ങി വന്നപ്പോൾ. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ഐലാഷ് വെച്ചു. ഇന്ന് ഫുള്ള് തിരക്കുള്ള ദിവസമാണ്. ഇന്ന് എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമാണ്, പപ്പയുടെ അനിയൻ്റെ മോളെ കല്യാണം. ഇന്ന് വൈകിട്ട് തലേ ദിവസം അവിടെയും പോകണം. അത് വർക്കല വെച്ചിട്ടാണ്. അങ്ങനെ പെട്ടെന്ന് മേക്കപ്പൊക്കെ ചെയ്യാണ്. ഇത്ര സ്പീഡിനൊന്നും അല്ല ചെയ്താൽ സ്പീഡാക്കി ഇട്ടേക്കാണ്. പിന്നെ ഹിജാബ് കെട്ടാൻ വേണ്ടി പിന്നെ ഞങ്ങൾ ബാക്കിലോട്ട് ഞാൻ മറ്റേ റൗണ്ട് കെട്ടുന്നുണ്ട്, വട പോലെ കെട്ടുന്നുണ്ട്. അങ്ങനെ മുടിയെല്ലാം കൂടെ ബാക്കിലോട്ട് കുട്ടപ്പ് പോലെ കെട്ടി അതിനകത്ത് ബൺ വലിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഹിജാബ് കെട്ടിയിട്ടുള്ളത്. ഇതാണ് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇതിന് ശേഷമാണ് ഹിജാബ് കെട്ടുന്നത്. ഇതാണ് ആളിൻ്റെ മുഖം. അതിനുശേഷം ഹിജാബൊക്കെ കെട്ടിയതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ വീഡിയോ ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഇത് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അതിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് മോളെയും എടുത്തിട്ട് വേണം വർക്കല കല്യാണത്തിന് പോകാൻ. അമ്മയും ചേച്ചിമാരൊക്കെ ഉച്ചയ്ക്ക് തന്നെ പോയിട്ടുണ്ട് അവിടെ കല്യാണ സ്ഥലത്ത്. കല്യാണ സ്ഥലം ഞങ്ങൾക്ക് അറിയില്ല. വർക്കല പാം ട്രീ ഹെറിറ്റേജ് എന്നാണ് അതിൻ്റെ പേര്. അതൊരു റിസോർട്ടാണ്. ആ റിസോർട്ടിൽ വെച്ചാണ് തലേ ദിവസത്തെ റിസപ്ഷൻ നടക്കുന്നത്. അങ്ങനെ നമ്മൾ ചോദിച്ചൊക്കെയാണ് പോയത്. അവസാനം ബീച്ചിൻ്റെ സൈഡിലാണെന്ന് കണ്ടുപിടിച്ച് ഞങ്ങളെത്തി. നേരെ ചെന്നിറങ്ങുന്നത് കടലിലാണ്. കടലിൻ്റെ സൈഡിലുള്ള റിസോർട്ട്. അതിന് ഓടയം ബീച്ച് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പേരും എനിക്ക് നല്ല കറക്റ്റ് ഓർമ്മയില്ല. ഇവിടെ വെച്ചിട്ടാണ് ബിന്ദു ആൻറ്റിയുടെ മോളെ കല്യാണം നടക്കുന്നത്. ബിന്ദു ആൻറ്റി എന്ന് പറയുന്നത് എൻ്റെ വല്യച്ഛൻ്റെ, അതായത് ഞങ്ങൾ പപ്പ എന്നാണ് വിളിക്കാറ്, പപ്പയുടെ അനിയൻ്റെ മോളുടെ കല്യാണമാണ്. അങ്ങനെ ഞങ്ങൾ ബേച്ചുകളൊക്കെ അവിടെ തിരക്കാണ്. ചെന്നപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ടിൻ്റെ പിറകെ. ഞങ്ങളവിടെ പോയി. പിന്നെ അവരോട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എന്താ നല്ല രസമായിരുന്നു അവിടെ. അടിപൊളിയായിരുന്നു. വൈകിട്ടിന് രാവിലെ തൊട്ടേ മഴയാണെങ്കിലും വൈകിട്ടൊക്കെ ആയപ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ, കടലിൻ്റെ സൈഡൊക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. എൻ്റെ ബേച്ചുകളൊക്കെ അതാ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഫുഡൊക്കെ വാങ്ങിച്ചു. എല്ലാം കുറച്ച് വാങ്ങിച്ചു. ഒന്ന് ടേസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പോളിംഗ് ഒന്നും ഇല്ല. പിന്നെ ഞങ്ങളതെല്ലാം കൂടെ വാങ്ങിച്ച് കൊണ്ടുവച്ച് കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. മോളെ അമ്മയുടെ കൊടുത്തിട്ട് അവരെല്ലാം ഇന്ന് വല്യമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ വീട്ടിൽ പോയി മോനെ എടുത്ത് ഞാനിപ്പോൾ വല്യമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് രാവിലെ അവരെല്ലാവരും കല്യാണത്തിന് എൻ്റെ മക്കളെയും കൊണ്ട് പോവും. ഞാൻ നേരെ കല്യാണം ഒരുക്കാൻ പോവും. ഇന്ന് ഞാൻ ഒരുക്കിയ പെൺകുട്ടിയുടെ കല്യാണ ദിവസമാണ് നാളെ. അപ്പോഴും അതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. ഇതെൻ്റെ മോളുടെ ശീലം